7 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന റെഡ് സ്റ്റാർ മാറാക്കര പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാലിയേറ്റീവ് ദിനാചരണം മുന്നോടിയായി ഫണ്ട് സമാഹരണം നടത്തി. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെ 11,000-ഓളം വീടുകളിൽ നിന്നാണ് ഫണ്ട് സമാഹരണം നടത്തിയത്. റെഡ് സ്റ്റാർ പ്രവർത്തകരും CPIM DYFI പ്രവർത്തകരും മലബാർ പോളിടെക്നിക്, ആമിന ITI, വിന്നേഴ്സ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുമാണ് 20 വാർഡുകളിലെയും വീടുകൾ കയറി ഫണ്ട് സമാഹരണം നടത്തിയത്. നമ്മളെ വാർഡ് 14 വാർഡത്തെ ക്യാഷ് അവർ മൊത്തം പിരിച്ച സംഖ്യ നമ്മൾ എഴുതുക. മാറാക്കരയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റെഡ് സ്റ്റാർ മാറാക്കര 7 വർഷക്കാലമായി ഈ പഞ്ചായത്തിനകത്ത് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ മറ്റിതര മേഖലകളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പാലിറ്റീവ് ഡേയിൽ മാറാക്കര പഞ്ചായത്തിലെ 20 വാർഡുകളിലും എല്ലാ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് റെഡ് സ്റ്റാറിൻ്റെ പ്രവർത്തകരും CPIMൻ്റെ പ്രവർത്തകരും അതിലുപരിയായിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വളരെയധികം വർഷങ്ങളായിക്കൊണ്ട് സഹായഹസ്തവുമായിക്കൊണ്ട് മാറാക്കരയിൽ പ്രവർത്തിക്കുന്ന മലബാർ പോളി, വിന്നേഴ്സ് കോളേജ്, ആമിന ITI എന്നീ സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികളുടെ നിസ്സീമമായ സഹകരണത്തോടു കൂടി ഉള്ള പ്രവർത്തനമാണ് ഈ ജനുവരി 15 പാലിറ്റീവ് ഡേയുടെ മുന്നോടിയായി നടക്കുന്ന ഈ ഹൗസ് ക്യാമ്പയിനകത്ത് സമാഹരിക്കുന്ന പണവും അതുപോലെ തന്നെ മാറാക്കരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഫുട്ബോൾ മാമാങ്കം തന്നെ നടത്തി അതിൽ നിന്ന് സ്വരൂപിക്കുന്ന പണവും അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവാസികളായ ഒരു പറ്റം ആളുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നല്ല രൂപത്തിലേക്കുള്ള സഹകരണം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഇതുവരെയും റെഡ് സ്റ്റാർ മാറാക്കരയ്ക്ക് നൽകിയിട്ടുണ്ട്. റെഡ് സ്റ്റാർ മാറാക്കര പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയർ, ആംബുലൻസ് സർവീസ്, വൃക്കരോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുവാൻ പോകുവാൻ വേണ്ടി വാഹനം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന റെഡ് സ്റ്റാർ മാറാക്കര ഉടനെ തന്നെ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഹോം കെയറിൽ റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ആംബുലൻസ് സർവീസ്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന നമ്മളെ മാറാക്കര പഞ്ചായത്തിലെ ഡയാലിസിസ് ചെയ്യുന്ന 2 ഡയാലിസിസ് സെൻ്ററിലെ രോഗികളെ സൗജന്യമായി അവരെ വീടുകളിൽ നിന്നെടുത്ത് സെൻ്ററിൽ എത്തിച്ച് തിരിച്ച് അവരെ വീട്ടിലെത്തിക്കുന്ന ഒരു വലിയ ഹോം കെയർ പദ്ധതിയാണ്. ഒരു ഓട്ടോറിക്ഷ അതിനു വേണ്ടി വാഹനം ഓടുന്നുണ്ട്. ഇതുപോലെ പല പദ്ധതികൾക്കും ഞങ്ങൾ രൂപം നൽകി മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തെറാപ്പി സെൻ്ററാണ്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കും. ഫിറോസ് പള്ളിമലിൽ, കല്ലൻ ഉസ്മാൻ, KP നാരായണൻ, KP രമേശ്, കൃഷ്ണൻ മാസ്റ്റർ, C ബാവ, ഹുസൈൻ പള്ളിമലിൽ, കല്ലൻ ഫൈസൽ എന്ന മാനു, അഡ്വക്കേറ്റ് P ജാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് 7 വർഷമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. നമുക്ക് ഈ മാറാക്കര പഞ്ചായത്തിലെ എല്ലാ വീടുകൾക്കും സുപരിചിതമാണ് റെഡ് സ്റ്റാർ പാലിയേറ്റീവ്. ജാതിഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ചടങ്ങിൽ MP ഉണ്ണികൃഷ്ണൻ 25,000 രൂപ റെഡ് സ്റ്റാർ മാറാക്കര പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് നൽകുകയും ചെയ്തു. റെഡ് സ്റ്റാർ പാലിയേറ്റീവിൻ്റെ എല്ലാ വർഷവും നടക്കാറുള്ള പാലിയേറ്റീവ് ഡേ കളക്ഷനാണ് ഇന്നിവിടെ നടന്നത്. 21 വാർഡിലും സജീവമായി ആളുകൾ പങ്കെടുത്തുകൊണ്ട് സ്കൂൾ കോളേജ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടുനിന്ന കളക്ഷൻ വളരെ ഭംഗിയായി നടന്നത്. വിന്നേഴ്സ് കോളേജ്, കണമ്പുഴ, ആമിന IIT തുടങ്ങിയ കോളേജുകൾ ഇതിൽ സജീവമായി പങ്കെടുത്തു.
ആ കുട്ടികൾ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള നിലക്ക് റെഡ് സ്റ്റാറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇത്തരം സോഷ്യൽ സർവീസിലൊക്കെ കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് മാതൃകാപരമായി മുന്നോട്ട് വന്നാൽ ഭാവിയിൽ അവർക്കും ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാടിന് ആവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ട കലക്ഷനും അവർ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. ഇത് വളരെ വിജയകരമായിട്ടാണ് ഈ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. അതിന് റെഡ് സ്റ്റാർ വോളണ്ടിയേഴ്സിനെയും അതിൻ്റെ പ്രവർത്തകരെയും ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു.